സമയമിപ്പോ വൈകുന്നേരം 5:55 രാവിലെ 5 മണിക്ക് മോക്ക് പോൾ മുതൽ തുടങ്ങിയ നിങ്ങളുടെ ഒരു വലിയ ഓട്ടമാണ്. അതെ, കടുത്ത ക്ഷീണത്തിലാകും നിങ്ങൾ ഓരോരുത്തരും. തീർച്ചയായും വിശ്രമമില്ലാതെ മണിക്കൂറുകളോളം ജോലി ചെയ്തതിന്റെ ഒരു ക്ഷീണമുണ്ടാകും. പക്ഷേ പോളിംഗ് അവസാനിക്കാൻ ഇനി മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കെ അതാ പെട്ടെന്ന് കുറേ ആളുകൾ കൂട്ടത്തോടെ വോട്ട് ചെയ്യാൻ പോളിംഗ് സ്റ്റേഷനിലേക്ക് ഓടിയെത്തുന്നു. അവിടെയാണ് നമ്മുടെ യഥാർത്ഥ വെല്ലുവിളി തുടങ്ങുന്നത്. ശരിയാണ്. ഈ സമയത്ത് നിങ്ങൾ എന്തു ചെയ്യും? ഈ അവസാന മണിക്കൂറിലെ അപ്രതീക്ഷിത പ്രതിസന്ധികളെയും അസങ്കീർണമായ കണക്കുകളെയും യാതൊരു പിഴവുമില്ലാതെ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നതാണ് നാം നോക്കുന്നത്. പ്രിസൈഡിംഗ് ഓഫീസർമാർക്കും മറ്റു പോളിംഗ് ഉദ്യോഗസ്ഥർക്കും വേണ്ടിയുള്ള ഈ വിശദമായ പരിശീലന സെഷനിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. സ്ക്രീനിൽ കാണുന്ന സ്ലൈഡുകളും നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ആ PDF രേഖകളും അടിസ്ഥാനമാക്കി വോട്ടെടുപ്പ് അവസാനിക്കുന്ന മണിക്കൂറിലെ, അതായത് ക്ലോസിംഗ് അവറിലെ നടപടിക്രമങ്ങൾ മനസ്സിലാക്കുക എന്നതാണ് ഇന്നത്തെ ലക്ഷ്യം. അപ്പൊ നമുക്ക് തുടങ്ങാമല്ലേ? വോട്ടെടുപ്പ് ദിവസം രാവിലെ മുതൽ എത്ര മികച്ച രീതിയിൽ നിങ്ങൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു എന്ന് പറഞ്ഞാലും ഈ അവസാന നിമിഷങ്ങളിൽ സംഭവിക്കുന്ന ചെറിയൊരു സാങ്കേതിക പിഴവ് പോലും വലിയ നിയമപ്രശ്നങ്ങൾക്കും ഒരുപക്ഷെ റീപോളിംഗിനു വരെയും കാരണമായേക്കാം. അതുകൊണ്ട് ഈ സമയത്ത് അതിയായ ജാഗ്രത ആവശ്യമാണ്. നിങ്ങളുടെ ക്ഷീണം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പറയട്ടെ, യാതൊരുവിധ അശ്രദ്ധകൾക്കും ഇവിടെ സ്ഥാനമില്ല. തീർച്ചയായും നിങ്ങൾക്ക് പാലിക്കാനുള്ള കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ സ്ലൈഡുകളിലുണ്ട്. അത് മുൻനിർത്തി ഈ അവസാനഘട്ട നടപടികൾ നമുക്ക് പരിശോധിക്കാം. അപ്പോൾ നമ്മൾ നേരിടുന്ന ആദ്യത്തെ വലിയ വെല്ലുവിളിയിൽ നിന്ന് തന്നെ തുടങ്ങാം. വോട്ടെടുപ്പ് സമയം അവസാനിക്കാറാകുമ്പോൾ പോളിംഗ് സ്റ്റേഷനു പുറത്തും അകത്തുമായി നിൽക്കുന്ന വോട്ടർമാരുടെ നീണ്ട നിര. സമയം അവസാനിക്കാൻ പോവുകയാണെന്ന വിവരം കൃത്യമായി അവരെ അറിയിക്കേണ്ടതുണ്ടല്ലോ. അതെ, അത് പ്രിസൈഡിംഗ് ഓഫീസറുടെ ഒരു പ്രധാന ചുമതലയാണ്. സമയം അവസാനിക്കുന്നതിന് കുറച്ചു മിനിറ്റുകൾക്ക് മുൻപ് തന്നെ പോളിംഗ് സമയം അവസാനിക്കാറായി എന്ന വിവരം ക്യൂവിൽ നിൽക്കുന്നവരെയും പുറത്തു നിൽക്കുന്നവരെയും ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞറിയിക്കണം. എല്ലാവരും കേൾക്കുന്ന രീതിയിൽ. അതെ. അതിനുശേഷം കൃത്യം സമയം അവസാനിക്കുമ്പോൾ പോളിംഗ് സ്റ്റേഷനിൽ, അതായത് ആ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ആ പരിസരത്ത് ഹാജരുള്ള വോട്ടർമാർക്ക് വോട്ട് ചെയ്യാൻ പൂർണ്ണ അനുമതിയുണ്ട്. സ്ക്രീനിലെ സ്ലൈഡുകളിൽ പറയുന്നത് പ്രകാരം ഇങ്ങനെ ക്യൂവിൽ നിൽക്കുന്നവർക്കായി പ്രിസൈഡിംഗ് ഓഫീസറുടെ പൂർണ്ണ ഒപ്പോടുകൂടിയ സ്ലിപ്പുകൾ വിതരണം ചെയ്യണം എന്നാണ്. ശരിയാണ്. അവിടെ ഒരു പ്രത്യേക രീതി പാലിക്കേണ്ടതുണ്ട് എന്ന് രേഖകളിൽ കാണുന്നുണ്ട്. അതെ, അതാണ് എനിക്കും ചോദിക്കാനുള്ളത്. ക്യൂവിലുള്ള ഏറ്റവും അവസാനത്തെ ആൾക്ക് ഒന്നാമത്തെ സ്ലിപ്പ് നൽകിക്കൊണ്ട് മുന്നോട്ടു വന്ന് ഒന്നാമത് നിൽക്കുന്നയാൾക്ക് അവസാനത്തെ സ്ലിപ്പ് നൽകുന്ന രീതി. എന്തിനാണ് നമ്മൾ പുറകിൽ നിന്ന് മുന്നോട്ട് സ്ലിപ്പുകൾ നൽകുന്നത്? മുന്നിൽ നിന്ന് കൊടുത്തു തുടങ്ങിയാൽ പോരെ? നല്ല ചോദ്യമാണ്. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന പ്രായോഗിക കാര്യം വരുന്നത്. ഇപ്പോ ക്യൂവിന്റെ മുന്നിൽ നിന്ന് സ്ലിപ്പ് നൽകി തുടങ്ങിയാൽ നിങ്ങൾ ആ സ്ലിപ്പുകൾ നൽകി പുറകിലേക്ക് എത്തുമ്പോഴേക്കും അനുവദിക്കപ്പെട്ട സമയം കഴിഞ്ഞിട്ടുണ്ടാവും. അത് ശരിയാണ്, സമയം പോവും. അതെ, ആ സമയത്തിനുള്ളിൽ വേറെയും ആളുകൾ ക്യൂവിന്റെ പുറകിൽ വന്നു നിൽക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ സമയം അവസാനിക്കുന്ന കൃത്യം ആ നിമിഷത്തിൽ ക്യൂവിലെ ഏറ്റവും അവസാനത്തെ വ്യക്തിയെ കണ്ടെത്തി അയാൾക്ക് ഒന്നാമത്തെ സ്ലിപ്പ് നൽകിയാൽ അപ്പോ ആ ക്യൂ അവിടെ അവസാനിച്ചു എന്ന് നമുക്ക് ഉറപ്പാക്കാം. കൃത്യം. അതിനുശേഷം ആർക്കും ആ ക്യൂവിൽ കയറി നിൽക്കാൻ കഴിയില്ല. ഇതാണ് ഈ രീതിക്ക് പിന്നിലെ യുക്തി. വളരെ കൃത്യമായൊരു വിശദീകരണമാണത്. അപ്പോ ഈ സ്ലിപ്പുകൾ വിതരണം ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് ആരെയും പരിഗണിക്കേണ്ടതില്ല എന്നർത്ഥം. ഇവിടെ എനിക്ക് മറ്റൊരു സംശയം തോന്നുന്നു. പറയൂ. ഇപ്പോ അനുവദിക്കപ്പെട്ട സമയം 6 മണിയാണെന്ന് കരുതുക. 6 മണിക്ക് ശേഷം സ്ലിപ്പ് വിതരണമൊക്കെ കഴിഞ്ഞ് 6:05 ഒരാൾ വോട്ട് ചെയ്യാൻ ഓടിയെത്തുന്നു. അയാൾ രാവിലെ മുതൽ വരാൻ കഴിയാതിരുന്നതിന് എന്തെങ്കിലും ന്യായമായ കാരണം പറഞ്ഞാൽ ഒരു ഉദ്യോഗസ്ഥനെന്ന നിലയിൽ അയാൾക്ക് വോട്ട് ചെയ്യാൻ അവസരം നൽകാൻ കഴിയുമോ? ഇല്ല, യാതൊരു കാരണവശാലും സാധിക്കില്ല. അപ്പോ തീരെ അനുവദിക്കാൻ പാടില്ല അല്ലേ? പാടില്ല. തിരഞ്ഞെടുപ്പ് ചട്ടങ്ങളിൽ ഇക്കാര്യം വളരെ കർശനമായി പറഞ്ഞിട്ടുണ്ട്. അനുവദിക്കപ്പെട്ട സമയത്ത് അവിടെ സന്നിഹിതരായിരുന്നവർക്ക് മാത്രമേ ഈ സ്ലിപ്പുകൾ നൽകാൻ പാടുള്ളൂ. സമയം കഴിഞ്ഞെത്തുന്ന ഒരാളെപ്പോലും ക്യൂവിൽ പ്രവേശിപ്പിക്കാനോ സ്ലിപ്പ് നൽകാനോ പാടില്ല. മനുഷ്യപ്പെട്ടുള്ള കാരണങ്ങൾ അവിടെ പരിഗണിക്കാൻ നിയമം അനുവദിക്കുന്നില്ല. നിയമം കർശനമാണ്. അതെ. എന്നാൽ ഇതിന്റെ മറുവശം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. പ്രിസൈഡിംഗ് ഓഫീസറുടെ ഒപ്പോടുകൂടിയ സ്ലിപ്പ് ലഭിച്ച എല്ലാവർക്കും വോട്ട് ചെയ്യാൻ അവസരം നൽകുകയും വേണം. അതായത് സമയം എത്ര വൈകിയാലും. അതെ. അത് രാത്രി 8 മണി വരെ നീണ്ടാലും ശരി,
സ്ലിപ്പ് ലഭിച്ച ഒരു വോട്ടറെയും വോട്ട് ചെയ്യുന്നതിൽ നിന്നും വിലക്കാൻ പാടില്ല. അതായത് സ്ലിപ്പ് കിട്ടിയ അവസാനത്തെ വ്യക്തിയും വോട്ട് ചെയ്തു എന്ന് ഉറപ്പാക്കുന്നതുവരെ പോളിംഗ് പ്രക്രിയ തുടരണം. ശരി, അപ്പൊ സ്ലിപ്പ് ലഭിച്ച എല്ലാവരും വോട്ട് ചെയ്തു എന്ന് കരുതുക. വോട്ടിംഗ് യന്ത്രങ്ങളുടെ പ്രവർത്തനം അവസാനിപ്പിക്കുന്ന ആ നിർണായകമായ ഘട്ടത്തിലേക്കാണ് നമ്മൾ അടുത്തതായി കടക്കുന്നത്. അതെ, ക്യൂവിലുള്ള അവസാനത്തെ വ്യക്തിയും വോട്ട് ചെയ്തു കഴിഞ്ഞാൽ പിന്നീടൊട്ടും സമയം കളയാതെ പ്രിസൈഡിംഗ് ഓഫീസർ കൺട്രോൾ യൂണിറ്റിലെ, അതായത് CUവിലെ ആ ക്ലോസ് ബട്ടൺ അമർത്തണം. ഈ ബട്ടൺ അമർത്തുന്നതോടെ ആ യന്ത്രത്തിലെ വോട്ടിംഗ് പ്രക്രിയ പൂർണ്ണമായും അവസാനിക്കുകയാണ്. പിന്നീട് അതിൽ വോട്ട് രേഖപ്പെടുത്താൻ കഴിയില്ല. ഒരു കാര്യം ചോദിക്കട്ടെ, കൺട്രോൾ യൂണിറ്റിലെ ഈ ക്ലോസ് ബട്ടൺ അമർത്തുന്നതിനു മുൻപ് പ്രിസൈഡിംഗ് ഓഫീസർ നേരിട്ട് ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യമുണ്ടല്ലോ. ചിലപ്പോഴെങ്കിലും ഉദ്യോഗസ്ഥർക്ക് അബദ്ധം പറ്റാൻ സാധ്യതയുള്ളൊരു മേഖലയാണിത് എന്ന് തോന്നുന്നു. തീർച്ചയായും. വോട്ടിംഗ് കമ്പാർട്ട്മെന്റിൽ ആരുമില്ലെന്നും സ്ലിപ്പ് നൽകിയ എല്ലാവരും വോട്ട് ചെയ്തു കഴിഞ്ഞു എന്നും പ്രിസൈഡിംഗ് ഓഫീസർ നേരിട്ടുറപ്പാക്കണം. കാരണം ഒരു വട്ടം അമർത്തിയാൽ പിന്നെ മാറ്റാൻ പറ്റില്ല, അല്ലേ? ഒരിക്കലുമില്ല. കൺട്രോൾ യൂണിറ്റിലെ ക്ലോസ് ബട്ടൺ അമർത്തിക്കഴിഞ്ഞാൽ പിന്നീട് യാതൊരു കാരണവശാലും ആ യന്ത്രത്തിൽ ഒരു വോട്ട് കൂടി രേഖപ്പെടുത്താൻ സാങ്കേതികമായി കഴിയില്ല. ആ ബട്ടൺ യന്ത്രത്തിന്റെ ഇലക്ട്രോണിക് സർക്യൂട്ടിനെ വോട്ടിംഗ് സ്വീകരിക്കുന്നതിൽ നിന്നും എന്നേക്കുമായി വിച്ഛേദിക്കുകയാണ് ചെയ്യുന്നത്. ഓ, അപ്പോ ആരെങ്കിലും വോട്ട് ചെയ്യാൻ ബാക്കി നിൽക്കെ അബദ്ധത്തിൽ ക്ലോസ് ബട്ടൺ അമർത്തിയാലോ? അത് പരിഹരിക്കാനാവാത്ത വലിയൊരു പ്രതിസന്ധിയായി മാറും. അതുകൊണ്ട് ഒരു പോളിംഗ് ഉദ്യോഗസ്ഥനെന്ന നിലയിൽ നിങ്ങളുടെ ഏറ്റവും വലിയ ശ്രദ്ധ ഈ നിമിഷത്തിൽ ഉണ്ടായിരിക്കണം. ഇനി നമുക്ക് സ്ലൈഡുകളിലെ ചിത്രങ്ങളിലേക്ക് നോക്കാം. കൺട്രോൾ യൂണിറ്റിലെ ക്ലോസ് ബട്ടൺ അമർത്തിയ ശേഷം അതിലെ ആ ടോട്ടൽ ബട്ടൺ അമർത്തി ആകെ രേഖപ്പെടുത്തിയ വോട്ടുകൾ എത്രയാണെന്ന് പരിശോധിക്കണം. അതെ, എന്നിട്ട് ആ നമ്പർ ഫോം 17C രേഖപ്പെടുത്തുകയും വേണം. ഇതിനൊപ്പം തന്നെ വോട്ടർമാരുടെ രജിസ്റ്ററായ ഫോം 17A ക്ലോസ് ചെയ്യേണ്ടതുമുണ്ട്. യന്ത്രം ക്ലോസ് ചെയ്യുന്നതിനൊപ്പം തന്നെ രജിസ്റ്ററും ക്ലോസ് ചെയ്യണം. ഫോം 17A എങ്ങനെ ക്ലോസ് ചെയ്യണമെന്നതിന് കൃത്യമായ ഒരു ഉദാഹരണം സ്ലൈഡുകളിൽ നൽകിയിട്ടുണ്ട്. അതിൽ കാണിച്ചിരിക്കുന്ന അവസാന എൻട്രിയുടെ സീരിയൽ നമ്പർ 710 എന്നാണ്. അതെ, ആ അവസാനത്തെ വരിക്ക് താഴെയായി പ്രിസൈഡിംഗ് ഓഫീസർ ഒരു വര വരച്ച് വ്യക്തമായി ഇങ്ങനെ എഴുതണം: ദ സീരിയൽ നമ്പർ ഓഫ് ലാസ്റ്റ് എൻട്രി ഇൻ ഫോം 17A ഈസ് 710 എന്ന്. 2024 ഒപ്പം സമയവും, അതായത് 06:15 PM എന്നും രേഖപ്പെടുത്തി പ്രിസൈഡിംഗ് ഓഫീസർ പൂർണ്ണമായി ഒപ്പുവെക്കണം. കൃത്യം. ഇതിന് താഴെയായി പോളിംഗ് ഏജന്റുമാരുടെ ഒപ്പം വാങ്ങാവുന്നതാണ്. ഈ രേഖകൾക്കൊപ്പം പ്രിസൈഡിംഗ് ഓഫീസറുടെ റിപ്പോർട്ട് പാർട്ട് 3 കൂടി പൂരിപ്പിക്കണമെന്ന് ചട്ടങ്ങളിൽ പറയുന്നുണ്ട്. ആ പ്രസ്സിംഗ് ഓഫ് ക്ലോസ് ബട്ടൺ ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് പോൾ എന്ന ഫോം. ഇതിൽ അവിടെ സന്നിഹിതരായ പോളിംഗ് ഏജന്റുമാരുടെ ഒപ്പുകൾ വാങ്ങേണ്ടതുണ്ടല്ലോ. അതെ, അത് വെറുമൊരു ഒപ്പിടൽ മാത്രമല്ല കേട്ടോ. പോളിംഗ് ഏജന്റുമാരുടെ മുന്നിൽ വെച്ചാണ് ക്ലോസ് ബട്ടൺ അമർത്തിയത് എന്നും വോട്ടിംഗ് സുതാര്യമായാണ് അവസാനിച്ചതെന്നും സാക്ഷ്യപ്പെടുത്തുന്ന നിയമപരമായ ഒരു രേഖയാണത്. അപ്പോ ആരെങ്കിലും ഒപ്പിടാൻ വിസമ്മതിച്ചാലോ? ആ വിവരവും ആ ഫോമിൽ രേഖപ്പെടുത്തണം. നിർബന്ധിക്കാൻ കഴിയില്ല, പക്ഷെ രേഖപ്പെടുത്തണം. മനസ്സിലായി. അപ്പൊ യന്ത്രം ക്ലോസ് ചെയ്യലും രജിസ്റ്ററുകൾ ഒപ്പിടലും കഴിഞ്ഞാൽ ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ടതും പലർക്കും വളരെ സങ്കീർണമായി തോന്നുന്നതുമായ പ്രക്രിയയിലേക്കാണ് നമ്മൾ വരുന്നത്. രേഖപ്പെടുത്തിയ വോട്ടുകളുടെ കൃത്യമായ കണക്കെടുപ്പ്. ഇതിനായി ഉപയോഗിക്കുന്ന ഫോം 170C, അതായത് അക്കൗണ്ട് ഓഫ് വോട്ട്സ് റെക്കോർഡഡ്, പാർട്ട് 1 തയ്യാറാക്കുന്നതാണ് അടുത്ത ഘട്ടം. അതെ, വളരെ നിർണായകമായൊരു ഫോമാണിത്. സ്ലൈഡുകളിൽ ഇതിന്റെ വളരെ വ്യക്തമായ ഒരു ഉദാഹരണം നൽകിയിട്ടുണ്ട്. കണക്കുകൾ തെറ്റാൻ സാധ്യതയുള്ളതുകൊണ്ട് നമുക്കിതൊന്ന് വളരെ വിശദമായി പരിശോധിക്കാം. തീർച്ചയായും. വോട്ടെണ്ണൽ സമയത്ത് ഏറ്റവും നിർണായകമാകുന്നത് ഈ ഫോം 17C ആണ്. ഇതിലെ കണക്കുകൾ തമ്മിൽ പൊരുത്തപ്പെട്ടില്ലെങ്കിൽ വലിയ പ്രശ്നമാകും. നമുക്ക് സ്ലൈഡിലെ വിവരങ്ങൾ അടിസ്ഥാനമാക്കി ഓരോ പോയിന്റും നോക്കാം. ഒന്നാമത്തെ പോയിന്റ്, പോളിംഗ് സ്റ്റേഷനിലേക്ക് അനുവദിക്കപ്പെട്ട ആകെ വോട്ടർമാരുടെ എണ്ണം. സ്ലൈഡിലെ ഉദാഹരണത്തിൽ ഇത് 1112 ആണ്. രണ്ടാമത്തെ പോയിന്റ്, ഫോം 17A അഥവാ വോട്ടർമാരുടെ രജിസ്റ്റർ പ്രകാരം വോട്ട് ചെയ്യാൻ വന്ന ആകെ വോട്ടർമാരുടെ എണ്ണം. നമ്മൾ നേരത്തെ കണ്ടതുപോലെ രജിസ്റ്ററിലെ അവസാന നമ്പർ 710 ആണ്. ഓക്കെ, അപ്പോ ഈ 710 എന്ന സംഖ്യ കണ്ട ഉടനെ യന്ത്രത്തിലും കൃത്യം 710 വോട്ടുകൾ തന്നെ ഉണ്ടാകണമെന്ന് കരുതാൻ പാടുണ്ടോ? ഇല്ല, പാടില്ല. അവിടെയാണ് ഈ ഫോമിലെ കിഴിക്കലുകൾ അഥവാ ഡിഡക്ഷൻസ് വരുന്നത്. മൂന്നാമത്തെ പോയിന്റിൽ പറയുന്നത് റൂൾ 49O പ്രകാരം വോട്ട് ചെയ്യാതിരുന്നവരുടെ എണ്ണമാണ്.
അതായത് രജിസ്റ്ററിൽ ഒപ്പിട്ട ശേഷം വോട്ട് ചെയ്യുന്നില്ല എന്ന് സ്വയം തീരുമാനിച്ചവർ അല്ലേ? അതെ. ഉദാഹരണത്തിൽ ഇത് 3 പേരാണ്. ഒരാൾ വോട്ട് ചെയ്യാൻ വന്ന് രജിസ്റ്ററിൽ ഒപ്പിട്ട് വിരലിൽ മഷി പുരട്ടിയ ശേഷം വോട്ടിംഗ് കമ്പാർട്ട്മെന്റിൽ ചെന്നിട്ട് എനിക്ക് ആർക്കും വോട്ട് ചെയ്യേണ്ട എന്ന് തീരുമാനിച്ചാൽ നിർബന്ധിച്ച് വോട്ട് ചെയ്യിപ്പിക്കാൻ നമുക്ക് അവകാശമില്ല. അതെ, അവകാശമില്ല. അങ്ങനെയുള്ളവരെയാണ് 49O പ്രകാരം രേഖപ്പെടുത്തുന്നത്. തുടർന്ന് 4ാമത്തെ പോയിന്റായി വരുന്നത് റൂൾ 49M പ്രകാരം വോട്ട് ചെയ്യാൻ അനുവദിക്കാതിരുന്ന വോട്ടർമാരാണ്. അതെന്താണ് അങ്ങനെ ഒരു വിലക്ക്? വോട്ടിംഗിന്റെ രഹസ്യ സ്വഭാവം ലംഘിക്കുകയോ അവിടെയുള്ള വോട്ടിംഗ് ചട്ടങ്ങൾ പാലിക്കാതിരിക്കുകയോ ചെയ്താൽ പ്രിസൈഡിംഗ് ഓഫീസർക്ക് ആ വ്യക്തിയെ വോട്ട് ചെയ്യുന്നതിൽ നിന്നും വിലക്കാം. സ്ലൈഡിലെ കണക്കുകൾ പ്രകാരം ഇത്തരത്തിൽ വിലക്കപ്പെട്ട ഒരാളുണ്ട്. അപ്പോ ആ ഒരു വോട്ടും നമ്മൾ കുറയ്ക്കേണ്ടതുണ്ട്. തീർച്ചയായും. ഇനി 5ാമത്തെ പോയിന്റിലേക്ക് വരാം. ഇവിടെയാണ് പലർക്കും ആശയക്കുഴപ്പം ഉണ്ടാവുന്നത്. റൂൾ 49MA-D പ്രകാരമുള്ള ടെസ്റ്റ് വോട്ടുകളാണിത്. വോട്ട് ചെയ്തപ്പോൾ വിവിപാറ്റ് യന്ത്രത്തിൽ കണ്ട സ്ലിപ്പ് താൻ വോട്ട് ചെയ്ത സ്ഥാനാർത്ഥിയുടേതല്ല എന്നൊരു വോട്ടർ പരാതിപ്പെട്ടാൽ നൽകുന്ന അവസരമാണിത്. അതെ, അത് പരിശോധിക്കാൻ വേണ്ടി പ്രിസൈഡിംഗ് ഓഫീസറുടെയും പോളിംഗ് ഏജന്റുമാരുടെയും സാന്നിധ്യത്തിൽ ഒരു ടെസ്റ്റ് വോട്ട് ചെയ്യുന്നു. ഇവിടെ സ്ലൈഡിൽ കാണിച്ചിരിക്കുന്നത് കാൻഡിഡേറ്റ് എക്ക് ലഭിച്ച ഒരു ടെസ്റ്റ് വോട്ടുണ്ട് എന്നാണ്. ഇത് 17A രജിസ്റ്ററിൽ ക്രമനമ്പർ 151ലുള്ള വോട്ടറാണ് ചെയ്തത് എന്നും ഫോമിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ടെസ്റ്റ് വോട്ട് നമ്മൾ യന്ത്രത്തിലെ ആകെ വോട്ടിൽ നിന്നും കുറയ്ക്കേണ്ടതുണ്ടോ? അവിടെയാണ് നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടത്. പല ഉദ്യോഗസ്ഥർക്കും തെറ്റുപറ്റുന്നൊരു ഭാഗമാണിത്. ഫോം 17A രജിസ്റ്ററിൽ വോട്ട് ചെയ്യാൻ വന്ന ആകെ വോട്ടർമാർ 710 ആണ്. ഇതിൽ 3 പേർ വോട്ട് ചെയ്യാൻ വിസമ്മതിച്ചു, അതായത് 49O. ഒരാളെ വോട്ട് ചെയ്യാൻ അനുവദിച്ചില്ല, 49M. അപ്പോൾ 710ൽ നിന്ന് 3ഉം 1ഉം കുറച്ചാൽ ബാക്കി 706. അതെ. അതായത് യന്ത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള യഥാർത്ഥ വോട്ടുകളുടെ എണ്ണം 706 ആണ്. അതെ. അപ്പോൾ ആ ടെസ്റ്റ് വോട്ട് യന്ത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഈ 706 എന്ന സംഖ്യയ്ക്കുള്ളിൽ ആ ഒരു ടെസ്റ്റ് വോട്ട് ഉൾപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ ആ ഒരു വോട്ട് ഫോം 17C-യിൽ നിന്നും കുറച്ചാൽ യന്ത്രം കാണിക്കുന്ന സംഖ്യയുമായി അത് പൊരുത്തപ്പെടില്ല. അപ്പോൾ കുറയ്ക്കാൻ പാടില്ല. ഫോം 17C-യിൽ ഈ ടെസ്റ്റ് വോട്ടിന്റെ വിവരം പ്രത്യേകം രേഖപ്പെടുത്തുക മാത്രമാണ് ചെയ്യുന്നത്. എന്തിനാണെന്നാൽ പിന്നീട് വോട്ടെണ്ണൽ സമയത്ത് കാൻഡിഡേറ്റ് എക്ക് ലഭിച്ച ആകെ വോട്ടുകളിൽ നിന്നും ഈ ഒരു ടെസ്റ്റ് വോട്ട് കൗണ്ടിംഗ് ഉദ്യോഗസ്ഥർക്ക് കുറയ്ക്കാൻ വേണ്ടിയാണിത്. നിങ്ങളുടെ കൺട്രോൾ യൂണിറ്റിലെ ടോട്ടൽ വോട്ടുകളുടെ എണ്ണത്തിൽ നിന്ന് ഇപ്പോൾ ഇത് കുറയ്ക്കരുത്. വളരെ വ്യക്തമായ വിശദീകരണമാണത്. അപ്പോൾ നമ്മൾ യന്ത്രം കാണിക്കുന്ന സംഖ്യയുമായി ഒത്തുനോക്കുമ്പോൾ 710ൽ നിന്ന് 49A പ്രകാരമുള്ള 3 വോട്ടും അതെ, ഒപ്പം 49M പ്രകാരമുള്ള ആ ഒരു വോട്ടും മാത്രം കുറയ്ക്കുന്നു. ആകെ 706. സ്ലൈഡിലെ 6ാമത്തെ പോയിന്റ് പ്രകാരം കൺട്രോൾ യൂണിറ്റ് കാണിക്കുന്ന ആകെ വോട്ടുകളുടെ എണ്ണവും 706 തന്നെയാണ്. അപ്പോൾ ഈ കണക്കുകൾ കൃത്യമായി പൊരുത്തപ്പെടുന്നുണ്ട്. ഈ ഗണിതക്രിയകൾ എന്തിനാണ് ഇത്ര സൂക്ഷ്മമായി ഫോമിൽ രേഖപ്പെടുത്തുന്നതെന്ന് ആലോചിച്ചാൽ വോട്ടിംഗ് പ്രക്രിയയിലെ കൃത്രിമത്വം തടയാനാണെന്ന് മനസ്സിലാക്കാം, അല്ലേ? തീർച്ചയായും. രജിസ്റ്ററിലെ ഒപ്പുകളുടെ എണ്ണവും വോട്ടിംഗ് യന്ത്രത്തിലെ വോട്ടുകളും തമ്മിൽ പൊരുത്തക്കേടുകൾ ഇല്ല എന്ന് സംശയാതീതമായി തെളിയിക്കാനാണിത്. യന്ത്രത്തിൽ അധികമായി ആരും വോട്ടുകൾ രേഖപ്പെടുത്തിയിട്ടില്ല എന്നും രജിസ്റ്ററിൽ ഒപ്പിട്ട ശേഷം വോട്ട് ചെയ്യാതിരുന്നവരുടെ കണക്കുകൾ സുതാര്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും ഈ ഫോം വ്യക്തമാക്കുന്നു. അപ്പോൾ ഈ കണക്കുകളിൽ എന്തെങ്കിലും വ്യത്യാസം വന്നാൽ അത് വലിയ പരാതികൾക്കും ഒടുവിൽ റീപോളിംഗിനും വരെ കാരണമായേക്കാം. അതുകൊണ്ടാണ് ഫോം 17C ഏറ്റവും പ്രധാനപ്പെട്ട രേഖയാകുന്നത്. അപ്പോ ഈ ഫോം 17C-യുടെ ബാക്കി ഭാഗങ്ങൾ കൂടി നമുക്ക് നോക്കാം. 9ാമത്തെ പോയിന്റിൽ ടെൻഡർ ചെയ്ത ബാലറ്റുകളുടെ കണക്കാണ് രേഖപ്പെടുത്തേണ്ടത്. യഥാർത്ഥ വോട്ടർ വരുന്നതിനു മുൻപേ മറ്റാരോ കള്ളവോട്ട് ചെയ്തു പോയി എന്ന് തെളിഞ്ഞാൽ അതെ, ആ യഥാർത്ഥ വോട്ടർക്ക് ഇലക്ട്രോണിക് യന്ത്രത്തിന് പകരം പേപ്പർ ബാലറ്റ് ഉപയോഗിച്ച് വോട്ട് ചെയ്യാൻ അവസരം നൽകുന്നതാണല്ലോ ഇത്. സ്ലൈഡിലെ കണക്കുകൾ പ്രകാരം 20 ടെൻഡർ ബാലറ്റുകൾ, അതായത് സീരിയൽ നമ്പർ 201 മുതൽ 220 വരെ പോളിംഗ് സ്റ്റേഷനിൽ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ 2 എണ്ണം, അതായത് 201, 202 നമ്പറുകൾ വോട്ടർമാർക്ക് ഉപയോഗിക്കാൻ നൽകി. ഉപയോഗിക്കാത്ത ബാക്കി 18 എണ്ണം 203 മുതൽ 220 വരെ സുരക്ഷിതമായി തിരികെ നൽകി. ഈ വിവരങ്ങൾ ഫോമിൽ വ്യക്തമായി കാണിക്കണം. ഒപ്പം 10ാമത്തെ പോയിന്റായി പോളിംഗ് യന്ത്രങ്ങളിൽ ഉപയോഗിച്ച പേപ്പർ സീലുകളുടെ കണക്കും രേഖപ്പെടുത്തണം.
സ്ലൈഡിൽ പറയുന്നതനുസരിച്ച് ആകെ 4 പേപ്പർ സീലുകളാണ് വിതരണം ചെയ്തത്. നമ്പർ 1225 മുതൽ 1228 വരെ. അതെ, അതിൽ നമ്പർ 1225 എന്ന ആ ഒരു സീൽ ഉപയോഗിച്ചു. ഉപയോഗിക്കാത്ത 3 സീലുകൾ തിരികെ നൽകി. കേടുപാടുകൾ സംഭവിച്ച സീലുകളൊന്നും തന്നെയില്ല. ഇത്രയും പൂരിപ്പിച്ച ശേഷം ഫോമിന്റെ അവസാനം പ്രിസൈഡിംഗ് ഓഫീസറും പോളിംഗ് ഏജന്റുമാരും ഒപ്പുവെക്കണം. ഇവിടെ നമ്മൾ മറക്കാൻ പാടില്ലാത്തൊരു നിർദ്ദേശം സ്ലൈഡിൽ തന്നെയുണ്ട്. സപ്ലൈ അറ്റസ്റ്റഡ് കോപ്പീസ് ഓഫ് 17 C2 പോളിംഗ് ഏജന്റ്സ് അറ്റ് പ്രസന്റ്. ഇതിന്റെ പ്രാധാന്യം എന്താണ്? അവിടെ സന്നിഹിതരായിട്ടുള്ള എല്ലാ പോളിംഗ് ഏജന്റുമാർക്കും ഈ ഫോം 17C-യുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ പ്രിസൈഡിംഗ് ഓഫീസർ നിർബന്ധമായി നൽകിയിരിക്കണം. അത് അവരുടെ നിയമപരമായ അവകാശമാണ്. അതായത് അവരത് ചോദിച്ചു വാങ്ങാം അല്ലേ? അതെ, പോളിംഗ് സ്റ്റേഷനിൽ എത്ര വോട്ട് രേഖപ്പെടുത്തി എന്നതിന്റെ ഔദ്യോഗിക കണക്കാണ് നിങ്ങൾ അവർക്ക് നൽകുന്നത്. പിന്നീട് വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ വച്ച് കൺട്രോൾ യൂണിറ്റ് തുറക്കുമ്പോൾ ഈ യന്ത്രത്തിൽ തിരിമറികൾ നടന്നിട്ടില്ല എന്ന് ഏജന്റുമാർ ഉറപ്പുവരുത്തുന്നത് നിങ്ങൾ നൽകിയ ഈ ഫോം 17C-യിലെ കണക്കുകൾ ഒത്തുനോക്കിയാണ്. അത് തിരഞ്ഞെടുപ്പിന്റെ സുതാര്യതയുടെ അടിസ്ഥാനമാണ്. അപ്പോൾ നമ്മൾ ഫോം 17C തയ്യാറാക്കുന്ന കടമ്പ കടന്നു. ഈ കണക്കുകളെല്ലാം കൃത്യമായി രേഖപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മുന്നിലുള്ള ഏറ്റവും വലിയ ചുമതല ഈ യന്ത്രങ്ങൾ സുരക്ഷിതമായി സ്ട്രോങ് റൂമിലേക്ക് മാറ്റാൻ പാകത്തിൽ പെട്ടിയിലാക്കുക എന്നതാണ്. അതായത് യന്ത്രങ്ങൾ സീൽ ചെയ്യുന്ന പ്രക്രിയ. അതെ, പോളിംഗ് യന്ത്രങ്ങൾ അവയുടെ നിർദ്ദിഷ്ട ക്യാരിയിങ് കേസുകളിലേക്ക് മാറ്റുന്നതാണ് അടുത്ത ഘട്ടം. കൺട്രോൾ യൂണിറ്റ്, ബാലറ്റിംഗ് യൂണിറ്റ്, വിവിപാറ്റ് എന്നിവ അവയുടെ പ്രത്യേക പെട്ടികളിലാക്കി അഡ്രസ് ടാഗ് ഉപയോഗിച്ച് സീൽ ചെയ്യണം. സ്ലൈഡുകളിലെ ചിത്രങ്ങളിൽ ഈ പെട്ടികളും ടാഗ് കെട്ടിയ രീതിയും വ്യക്തമായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പോളിംഗ് ഏജന്റുമാരുടെ സാന്നിധ്യത്തിലായിരിക്കണം ഈ പ്രക്രിയ മുഴുവൻ നടക്കേണ്ടത്. അവരുടെ ഒപ്പും സീലും ഈ ടാഗുകളിൽ പതിപ്പിക്കണം. ഇവിടെ ഏറ്റവും നിർണായകമായ എന്നാൽ കടുത്ത ക്ഷീണത്തിനിടയിൽ ഉദ്യോഗസ്ഥർ മറന്നുപോകാൻ സാധ്യതയുള്ളൊരു ചട്ടം PDF രേഖകളിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട്. വോട്ടെടുപ്പ് പൂർത്തിയായ ശേഷം വിവിപാറ്റ് യന്ത്രം പെട്ടിയിലാക്കുന്നതിന് മുൻപ് അതിൽ നിന്നും ആ പവർ പാക്ക്, അതായത് ബാറ്ററി, നിർബന്ധമായും ഊരിമാറ്റണം. അതെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. പോളിംഗ് ഏജന്റുമാരുടെ മുന്നിൽ വെച്ച് തന്നെ ചെയ്യേണ്ട കാര്യമാണിത്. അതിനുശേഷം വിവിപാറ്റിന്റെ കൺട്രോൾ നോബ് തിരശ്ചീനമാക്കി ട്രാൻസ്പോർട്ട് മോഡിലേക്ക് മാറ്റുകയും വേണം. ഒരു സാധാരണ ഉദ്യോഗസ്ഥന്റെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ എല്ലാം പെട്ടെന്ന് തീർത്തു മടങ്ങാനുള്ളൊരു തിരക്കിൽ ഈ ബാറ്ററി ഊരിമാക്കാൻ മറന്നുപോയാൽ എന്താണ് സംഭവിക്കുക? അതത്ര വലിയ കുറ്റമാണോ? അതൊരു വലിയ സാങ്കേതിക പ്രശ്നമായി മാറും. നോക്കൂ, വിവിപാറ്റ് യന്ത്രമെന്നത് വളരെ സൂക്ഷ്മമായ സെൻസറുകളുള്ള ഒരു പ്രിന്ററാണ്. ഇതിനുള്ളിലെ പേപ്പർ റോൾ വളരെ കൃത്യതയോടെയാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. മനസ്സിലായി. അപ്പോ ബാറ്ററി ഊരിമാറ്റാതെയാണ് കൊണ്ടുപോകുന്നതെങ്കിൽ യാത്രക്കിടയിലെ വാഹനത്തിന്റെ കുലുക്കത്തിൽ യന്ത്രത്തിലെ സെൻസറുകൾ പ്രവർത്തിക്കാൻ തുടങ്ങും. അതിലെ പേപ്പർ റോൾ അനാവശ്യമായി തിരിഞ്ഞ് പേപ്പർ ജാമാകാനും യന്ത്രത്തിന് വലിയ കേടുപാടുകൾ സംഭവിക്കാനും അത് കാരണമാകും. അതിനാൽ യന്ത്രം യാത്രാമധ്യേ ഒരു കാരണവശാലും പ്രവർത്തിക്കാതിരിക്കാനും അതിന്റെ പൂർണ്ണ സുരക്ഷ ഉറപ്പാക്കാനുമാണ് ബാറ്ററി ഊരിമാറ്റുകയും നോബ് ട്രാൻസ്പോർട്ട് മോഡിലേക്ക് മാറ്റുകയും ചെയ്യുന്നത്. അപ്പോൾ ഇത് നിങ്ങളുടെ ചെക്ക് ലിസ്റ്റിൽ ഏറ്റവും മുൻഗണന നൽകി ചെയ്യേണ്ട കാര്യമാണല്ലേ? വളരെ വ്യക്തമായ കാരണമാണ് നിങ്ങൾ പറഞ്ഞത്. ഇത് കേൾക്കുന്ന ഉദ്യോഗസ്ഥരാരും തന്നെ ഇനി ബാറ്ററി മാറ്റാൻ മറക്കില്ല എന്നെനിക്ക് ഉറപ്പുണ്ട്. ശരി, യന്ത്രങ്ങൾ സുരക്ഷിതമായി പെട്ടികളിലാക്കി അഡ്രസ് ടാഗ് വെച്ച് സീല് ചെയ്ത് കഴിഞ്ഞു. ഇനി അന്നത്തെ ദിവസത്തെ മുഴുവൻ വിവരങ്ങളും ഔദ്യോഗികമായി രേഖപ്പെടുത്തുന്ന അവസാനത്തെ ഘട്ടത്തിലേക്കാണ് നമ്മൾ വരുന്നത്. അതായത് അന്തിമ ഡിക്ലറേഷനും ഏറ്റവും പ്രധാനപ്പെട്ട പ്രിസൈഡിംഗ് ഓഫീസറുടെ ഡയറിയും പൂരിപ്പിക്കുക. അതെ, യന്ത്രങ്ങൾ സീല് ചെയ്ത ശേഷം പ്രിസൈഡിംഗ് ഓഫീസർ പൂരിപ്പിക്കേണ്ടതാണ് പാർട്ട് 4 ഡിക്ലറേഷൻ. സ്ലൈഡിൽ ഇതിന്റെ മാതൃക കാണാം. യന്ത്രങ്ങൾ സീല് ചെയ്യാൻ പോളിംഗ് ഏജന്റുമാരെ അനുവദിച്ചുവെന്നും അവർക്കതിൽ സീലുകൾ പതിക്കാൻ അവസരം നൽകിയെന്നും പ്രഖ്യാപിക്കുന്ന ഫോമാണിത്. ഇതിൽ അവിടെ സന്നിഹിതരായിട്ടുള്ള പോളിംഗ് ഏജന്റുമാരുടെ ഒപ്പുകൾ വാങ്ങണം. ഇതിലും ആരെങ്കിലും ഒപ്പിടാൻ വിസമ്മതിച്ചാൽ അത് രേഖപ്പെടുത്താനുള്ള കോളമുണ്ടല്ലോ. ഉണ്ട്. അതിനുശേഷമാണ് പ്രിസൈഡിംഗ് ഓഫീസറുടെ ഡയറി പൂരിപ്പിക്കേണ്ടത്. പോളിംഗ് ഓഫീസറുടെ ഹാൻഡ്ബുക്കിൽ ഈ ഡയറിയുടെ വിശദാംശങ്ങൾ നൽകിയിട്ടുണ്ട്. ഇതിൽ ചോദിച്ചിരിക്കുന്ന വിവരങ്ങൾ വളരെ വലുതാണ്. അതെന്തൊക്കെയാണ്? പോളിംഗ് സ്റ്റേഷന്റെ പ്രാഥമിക വിവരങ്ങൾ, ഉപയോഗിച്ച പോളിംഗ് യന്ത്രങ്ങളുടെ എണ്ണവും അവയുടെ സീരിയൽ നമ്പറുകളും, ഉപയോഗിച്ച പേപ്പർ സീലുകളുടെ കണക്കുകൾ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. രാവിലെ മുതൽ നടന്ന കാര്യങ്ങൾ മുഴുവൻ ഈ ഡയറിയിൽ പ്രതിപാദിക്കേണ്ടതുണ്ട്. അപ്പോ
വെറും ഉപകരണങ്ങളുടെ കണക്ക് മാത്രമല്ല ഈ ഡയറിയിലുള്ളതല്ലേ? അല്ലല്ല, ഓരോ 2 മണിക്കൂറിലും രേഖപ്പെടുത്തിയ വോട്ടിംഗ് കണക്കുകൾ ഇതിൽ കൃത്യമായി രേഖപ്പെടുത്തണം. അതായത് രാവിലെ 7 മുതൽ 9 വരെ എത്ര വോട്ട് വീണു, 9 മുതൽ 11 വരെ എത്ര എന്നിങ്ങനെ തിരിച്ചു കാണിക്കണം. ഔദ്യോഗിക സന്ദർശകരുടെ വിവരങ്ങളും ഇത് വേണമല്ലോ. അതെ, ഒബ്സർവർ, ഡിഇഒ, ആർഒ, സെക്ടർ മജിസ്ട്രേറ്റ് എന്നിവർ എപ്പോൾ വന്നു, അവർ വരുമ്പോൾ യന്ത്രത്തിൽ എത്ര വോട്ടുകൾ രേഖപ്പെടുത്തിയിരുന്നു എന്നതെല്ലാം വിസിറ്റ് ഷീറ്റ് പ്രകാരം ഇതിൽ പൂരിപ്പിക്കണം. ഈ ഡയറിയുടെ അവസാന ഭാഗങ്ങളിൽ പോളിംഗ് സ്റ്റേഷന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട വളരെ ഗൗരവമുള്ള ചോദ്യങ്ങളാണുള്ളത്. പോളിംഗ് സ്റ്റേഷന്റെ 100 മീറ്ററിനുള്ളിലെ പ്രചാരണം, കള്ളവോട്ട്, വോട്ടർമാരെ സ്വാധീനിക്കൽ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തൽ, ബൂത്തുപിടുത്തം തുടങ്ങി എന്തെങ്കിലും നിയമലംഘനങ്ങൾ അവിടെ നടന്നോ എന്ന് ഡയറിയിൽ വ്യക്തമാക്കണം. തീർച്ചയായും. കൂടാതെ അക്രമം, പ്രകൃതി ദുരന്തം, മെഷീൻ തകരാറ് എന്നിവ കാരണം വോട്ടെടുപ്പ് തടസ്സപ്പെട്ടോ എന്ന കാര്യം ഇതിൽ രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഇപ്പോ ക്ഷീണിച്ചിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ ഇതൊക്കെ വെറുമൊരു ഫോർമാലിറ്റിയല്ലേ, എല്ലാം നോർമൽ എന്നെഴുതി വെക്കാം, അല്ലെങ്കിൽ വെറുതെ വിട്ടേക്കാമെന്ന് ചിന്തിച്ചാൽ അത് എത്രത്തോളം അപകടകരമാണ്? മറ്റു ഫോമുകളേക്കാൾ ഈ ഡയറിക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഇതൊരിക്കലും ഒരു ഫോർമാലിറ്റിയായി കാണാൻ പാടില്ല. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ആ പോളിംഗ് സ്റ്റേഷനിൽ ക്രമക്കേട് നടന്നു എന്ന് ആരോപിച്ച് ഏതെങ്കിലും സ്ഥാനാർത്ഥി ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ ഒരു കേസ് ഫയൽ ചെയ്തു എന്ന് കരുതുക. കോടതിയിലെത്തിയാൽ അവിടെ കോടതി ആദ്യം ആവശ്യപ്പെടുന്നത് നിങ്ങളുടെ ഫോം 17C അല്ല, മറിച്ച് ഈ പ്രിസൈഡിംഗ് ഓഫീസറുടെ ഡയറിയാണ്. അന്നത്തെ പോളിംഗ് സ്റ്റേഷനിൽ നടന്ന മുഴുവൻ സംഭവങ്ങളുടെയും ഔദ്യോഗികവും നിയമപരവുമായ ഏക രേഖ ഈ ഡയറിയാണ്. റീപോളിംഗ് വേണമോ എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിക്കുന്നത് പോലും ഈ ഡയറിയിലെ വിവരങ്ങൾ അടിസ്ഥാനമാക്കിയാണ്. ഓ, അത്രയ്ക്ക് ഗൗരവമുള്ളതാണ് ഈ ഡയറി. അതെ, അതുകൊണ്ടുതന്നെ ഇതിലെ ഓരോ ചോദ്യത്തിനും വളരെ കൃത്യമായ വിവരങ്ങൾ പൂരിപ്പിച്ചിരിക്കണം. ഒന്നും സംഭവിച്ചില്ലെങ്കിൽ നിൽ എന്നോ നോ സച്ച് ഇൻസിഡന്റ് എന്നോ വ്യക്തമായി എഴുതണം. അല്ലാതെ ഒരു കോളം പോലും ശൂന്യമായി ഇടാൻ പാടില്ല. കോടതി മുറിയിൽ നിങ്ങളുടെ പോളിംഗ് സ്റ്റേഷന് വേണ്ടി സംസാരിക്കുന്നത് നിങ്ങൾ തയ്യാറാക്കിയ ഈ ഡയറിയായിരിക്കും. അത് എന്താ പറയാ, വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. അപ്പോ ഡയറിയുടെ പ്രാധാന്യം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇതോടെ നമ്മൾ വോട്ടെടുപ്പ് അവസാനിക്കുന്ന മണിക്കൂറിലെ മുഴുവൻ അന്തിമ പ്രക്രിയകളും അവലോകനം ചെയ്തു കഴിഞ്ഞു അല്ലേ? അതെ, പൂർണ്ണമായും. സമയം അവസാനിക്കുമ്പോഴുള്ള ക്യൂ നിയന്ത്രിക്കുന്നതും സ്ലിപ്പ് നൽകുന്നതും മുതൽ പൂർണ്ണ ബോധ്യത്തോടെ കൺട്രോൾ യൂണിറ്റ് ക്ലോസ് ചെയ്യുന്നതും ഫോം 17Cയിൽ കണക്കുകൾ സൂക്ഷ്മമായി രേഖപ്പെടുത്തുന്നതും നമ്മൾ കണ്ടു. അതിനുശേഷം വിവിപാറ്റിലെ ബാറ്ററി ഊരിമാറ്റി യന്ത്രങ്ങൾ സുരക്ഷിതമായി സീൽ ചെയ്യുന്നതും അവസാനമായി ആ പ്രിസൈഡിംഗ് ഓഫീസറുടെ ഡയറി പൂർണ്ണമായി പൂരിപ്പിക്കുന്നതും വരെയുള്ള മുഴുവൻ ഘട്ടങ്ങളും ഈ ഓഡിയോ ഗൈഡിലൂടെ നമ്മൾ വിശദമായി ചർച്ച ചെയ്തു. അതെ, ഈ നടപടിക്രമങ്ങളെല്ലാം കേൾക്കുമ്പോൾ സങ്കീർണമായി തോന്നാമെങ്കിലും തെരഞ്ഞെടുപ്പിന്റെ പവിത്രതയും സുതാര്യതയും കാത്തുസൂക്ഷിക്കാൻ വേണ്ടി പ്രത്യേകം രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് ഇവയോരോന്നും. ഇതിൽ ഓരോ പോളിംഗ് ഉദ്യോഗസ്ഥന്റെയും ശ്രദ്ധയും ജാഗ്രതയും വളരെ വലുതാണ്. ഈ വിശദമായ പരിശീലന സെഷൻ അവസാനിപ്പിക്കുന്നതിന് മുൻപ് പോളിംഗ് ഉദ്യോഗസ്ഥനായ നിങ്ങൾക്ക് സ്വയം ചിന്തിക്കാൻ ഒരു കാര്യം വിട്ടുനൽകുന്നു. വോട്ടെടുപ്പ് ദിനത്തിലെ കടുത്ത മാനസികവും ശാരീരികവുമായ സമ്മർദ്ദങ്ങൾക്കിടയിലും ഈ അവസാന നിമിഷങ്ങളിൽ നിങ്ങൾ കാണിക്കുന്ന സൂക്ഷ്മതയും കൃത്യതയുമാണ് നമ്മുടെ ജനാധിപത്യത്തിന്റെ അടിത്തറ സംരക്ഷിക്കുന്നത്. ശരിയാണ്. നിങ്ങൾ തയ്യാറാക്കുന്ന ഓരോ ഫോമും ഒപ്പിടുന്ന ഓരോ അന്തിമ റിപ്പോർട്ടും കേവലം കടലാസുകളല്ല, മറിച്ച് തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സുതാര്യതയുടെ ജീവിക്കുന്ന രേഖകളാണ്. സ്ലൈഡുകളിൽ നിങ്ങൾ കണ്ട ഈ വിവരങ്ങളും ചട്ടങ്ങളും ഒരു ചെക്ക് ലിസ്റ്റ് പോലെ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ശ്രദ്ധാപൂർവം കേട്ടതിന് നന്ദി. നിങ്ങളുടെ തിരഞ്ഞെടുപ്പ് ചുമതലകൾ ഏറ്റവും മികച്ച രീതിയിൽ പൂർത്തിയാക്കാൻ സാധിക്കട്ടെയെന്ന് ആശംസിക്കുന്നു.